ഹലോ ഹലോ. നമ്മുടെ നാട്ടിൽ മറൈൻ അക്വേറിയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടായോ? അങ്ങനെ ഞങ്ങൾ പോയതാണ് മറൈൻ അക്വേറിയം കാണാൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. വെറും 100 രൂപ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് എൻട്രി ഫീസായിട്ട്. പിന്നെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കയറി ചെല്ലുമ്പം തന്നെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന കൂട്ടൊരു ഫിഷിൻ്റെ വായ്ക്കകത്തുകൂടി നമ്മൾ കയറിപ്പോകുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചെറിയ മാർമെയ്ഡിൻ്റെ പിക്ചറൊക്കെ കൊടുത്ത് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പം കാണുന്നത് മുട്ടൻ കൊഞ്ചാണ്. ലോബസ്റ്റർ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ഇത് കണ്ടോ, ചത്ത കൂട്ട് എല്ലാ എണ്ണവും കിടക്കും, പക്ഷെ എല്ലാ എണ്ണത്തിനും ജീവനുണ്ട്. നോക്കി അനങ്ങുന്നത് കണ്ടോ, എല്ലാ എണ്ണവും കൈയൊക്കെ അനങ്ങുന്നത് കണ്ടോ. പിന്നെ ഇതിൻ്റെ നമുക്ക് പേരറിയില്ല. ഇതിൽ പിന്നെ ഓൾമോസ്റ്റ് നമുക്കെല്ലാം ഒരു ഫിഷിൻ്റെയും പേരറിയില്ല. പിന്നെ ഇത് കണ്ടോ, കളർഫുള്ളായിട്ട് കുഞ്ഞു കുഞ്ഞു നിറയെ മീനുകൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര ഹാപ്പിയാവും. പിന്നെ നമ്മളും ഹാപ്പിയാണേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഫുൾ കളർഫുള്ളായിട്ടുള്ള മീനുകളെ കാണാം. ഇതാണ് ഈൽഡ് ഫിഷ് എന്നൊക്കെ പറയുന്നത്. പാമ്പിനെയൊക്കെ കൂടി ഇരിക്കുന്നത്. നമുക്ക് പേരൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് ഒരു ഫിഷിൻ്റെയും പേര് നമുക്കറിയില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പം കളർഫുള്ളായിട്ട് പല പല തരത്തിലുള്ള മീനുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ടുള്ള ഒത്തിരി മീനുകളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മറൈൻ അക്വേറിയമൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യണം. എൻട്രി ഫീസ് നമുക്ക് 100 ഉള്ളൂ. പിന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഈ മറൈൻ അക്വേറിയത്തിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. കുറച്ച് പക്ഷേ ആൾക്കാർ പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന്, ചിലർ പറയുന്നത് നല്ല സൂപ്പറാണെന്ന്. എന്നായാലും എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമുക്കിത് ഓക്കെയാണ്. ലൈവായിട്ട് ഇങ്ങനെ മീനൊക്കെ പോകുന്നതുണ്ടോ, അത് തന്നെ കാണുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ്. കടലിനടിയിൽ നിൽക്കുന്ന ഫീലൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ ഈ കടലിൻ്റെ അടിയിൽ കൂടെ യാത്ര ചെയ്യാത്ത വേണ്ടിയിട്ട് അത് നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ള കളറിലെ മീനുകൾ വന്ന്, ഇനി ഇപ്പോൾ അടുത്ത മീനിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഇതേ അടുത്ത കളറിൽ പിന്നെയും ഷാർക്ക്, വൈറ്റ് ഷാർക്കാന്ന് തോന്നുന്നു നമുക്ക്. പിന്നെയും കളർഫുള്ളായിട്ടുള്ള നമ്മുടെ പൂത്തിരി കത്തിച്ച കൂട്ടുള്ള മീൻ. പൂത്തിരി നല്ല നക്ഷത്രം വാരി എറിഞ്ഞു, എന്ത് പറയണമെന്നറിയില്ല. ഇതാ ഏറ്റവും മനോഹരമായിട്ടുള്ള, നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത് കണ്ടോ. ഇതിൻ്റെ അകത്തു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഈ ആർച്ച് കൂട്ട് വന്നിട്ട് ഇതിൽ ഫുള്ള് വെള്ളം ഫില്ലാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് നിറയെ മീനുകളാണ്. എവിടെ നോക്കിയാലും നമുക്ക് മീനെ കാണാം. ആ ഒരു നമ്മൾ ഈ എന്തോ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് മനസ്സിനൊക്കെ. ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. പ്രായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ് ഇത്. നമ്മുടെ നാട്ടിലെ കരിമീനാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇതിൻ്റെ ഒന്നും പേര് എടുത്ത് പറയാനായിട്ട്. പക്ഷെ എല്ലാം കാണാൻ നല്ലതാണ്. ഇത് ഗോൾഡ് ഫിഷാണെന്ന് തോന്നുന്നു. ഓരോ സെക്ഷൻ കഴിയും തോറും നമുക്ക് പല പല നിറത്തിലുള്ള മീനുകളെയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതുപോലുള്ള മറൈൻ അക്വേറിയം കൂട്ടുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. പോകെ പോകെ അങ്ങനെ ഒരു പ്രത്യേക കളർഫുള്ളായിട്ടുള്ള നിമിഷങ്ങളാണ്. ഈ മീനുകളൊക്കെ എന്നാ ഭംഗിയാണ്. മീനിൻ്റെ സെക്ഷൻ മാത്രമല്ല കേട്ടോ ഉള്ളത്, വേറെ ബേർഡ്സിൻ്റെ സെക്ഷനും ഉണ്ട്. ദേ കണ്ടോ, പല പല തരത്തിലുള്ള ബേർഡ്സുകളാണ് ഇവിടെ ഉള്ളത്. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും പറയാൻ അറിയില്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ചിലർക്കൊക്കെ അറിയായിരിക്കും, ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും. പക്ഷേ എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയോ ടൈപ്പ് ബേർഡ്സുകളുണ്ട്, ഒന്നിൻ്റെയും പേരറിയില്ല. ഇതൊക്കെ ഏതൊക്കെയോ ടൈപ്പ് കോഴിയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, 2 കളറേ. ഒരു സൈഡിൽ വേറൊരു കളർ, ഒരു സൈഡിൽ വേറൊരു കളറ്. നല്ല രസമുണ്ട് കാണാൻ എന്നായാലും. ഇനിയിപ്പം പ്രാവിൻ്റെ സെക്ഷൻ വന്ന് പല തരത്തിലുള്ള പ്രാവുകൾ നമുക്കിനി ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്.
ഇത് അടുത്ത പാരറ്റിൻ്റെ സെക്ഷനൊക്കെ നമുക്ക് കാണാം. ഇത് പ്രാവ് തന്നെ കേട്ടോ. അതിൻ്റെ പുറകിൽ പാരറ്റിനെ കാണാമോ നിങ്ങൾക്ക്? ഇതൊക്കെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള എലികളൊക്കെ നമ്മുടെ നാട്ടിലെ എലികളല്ല, വെറൈറ്റീസ് ആയിട്ടുള്ള എലികൾ. പിന്നെ ദേ ഇതിനെയൊക്കെ എനിക്ക് പേടിയാണ്. ഇതിനെയൊക്കെ ഒന്ന് കയ്യിലെടുത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഇവിടെ വരാം. പക്ഷേ ഇതിനെയൊക്കെ എടുത്ത് കയ്യിലൊന്ന് പിടിക്കുന്നതിന് 100 രൂപ വീതം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. നമ്മൾ അത്രയ്ക്ക് വലിയ സാഹസികതയൊന്നും കാണിക്കുന്നില്ല, കാരണം നമുക്കിതിനെയൊക്കെ പേടിയാണ്. കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറേ പാരറ്റുകൾ, ആഫ്രിക്കൻ തത്തകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ. ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസിന് മാത്രം അവർ സ്പെസിഫൈ ചെയ്ത് സെയിലിന് വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് അവർ പറയുന്ന എമൗണ്ട് കൊടുക്കാമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ വെച്ചിട്ട് ഈ വീഡിയോസ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് വാച്ച് ദ വീഡിയോ ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ.